ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ അന്നശ്ശേരി എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ ശരിയായ പേരെന്താ? അന്നശ്ശേരി അല്ലേ? അന്നശ്ശേരി, തലക്കാട്ടൂർ പഞ്ചായത്തിൽ അന്നശ്ശേരി. ഓക്കെ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു എത്ര വർഷം പഴക്കമുണ്ട് നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? 35 വർഷം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാമിയാടിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സമീറിനല്ലേ പേര്? ഞാൻ വേങ്ങേരി പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. ആ സമയത്ത് കണ്ട് പരിചയപ്പെട്ടാണ്. അപ്പോൾ ഇന്ന് സാമിയാടിനാണ് വന്നിരുന്നത്. സാമിയാടിൻ്റെ ഈ ചീര കൃഷിയാണ് മെയിൻ അട്രാക്ഷൻ. വാഴി അങ്ങനെ ഈ ചീരയിൽ ഇവിടെ എത്ര സ്ഥലമുണ്ട്? ഇത് 75 സെന്റ് സ്ഥലത്ത് ചീര അതിവിപുലമായി ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ 35 വർഷങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ശരിക്കും വിപണി കിട്ടാറുണ്ടോ? വിപണി ഉണ്ട്. അടക്കര വിപണിയിൽ കൊടുക്കും. പിന്നെ വേങ്ങേരി മാർക്കറ്റ് കൊണ്ടുപോകും. മത്തനും ഇളവനും ഇങ്ങനെ ഒക്കെ ധാരാളം ഉണ്ടാകുന്നേരം അവിടെ കൊണ്ടുവച്ച് കൊടുക്കും. അപ്പം ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചീര കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ വത്തക്ക വിട്ടിട്ടിട്ടുണ്ട്. വത്തക്ക കൊടുക്കും. വത്തക്ക എടുത്താൽ ഞാൻ വത്തക്കൻ്റെ പടരുന്നിടത്തിൽ ഞാൻ ചെറുപയറിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെറുപയറിട്ടാൽ അധികം പൊക്കല്ലെങ്കിൽ അതിലേക്ക് ഈ വത്തക്ക പടരണോ. അന്നപ്പോൾ വത്തക്ക കായ് ഒക്കെ മറിഞ്ഞിരിക്കും. ലേശം ഒരു തണൽ വേണം. അതിനാണ് ഈ ചെറുപയറിടുന്നത്. ചെറുപയർ അധികം പൊക്കം കൂടുതല, നല്ല വെയിലുള്ള ഇടത്തിൽ. അങ്ങനെ. അപ്പം സമയട്ട ഈ രംഗത്തേക്ക് വരാനുള്ള കാരണം എന്താ? ഈ കൃഷി കാരണം എനിക്ക് ചെറുപ്പത്തിലെ കൃഷിക്ക് വലിയ താല്പര്യമായിരുന്നു. ഞാൻ നെല്ലുണ്ടാക്കലുണ്ട്. വാഴ പ്രത്യേകം വാഴ ഉണ്ടാക്കി അന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് അതൊക്കെ പണമൊക്കെ ഉപകാരപ്പെട്ടിക്ക്. വീടൊക്കെ ഉണ്ടാക്കിയാലും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൃഷി കൊണ്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. അതാണ് ഞാൻ കൃഷി നിർത്താതെ പോകുന്നത്. അന്ന് ലേശം കടങ്ങളൊക്കെ ഉണ്ടായിട്ട് വീടിൻ്റെ കട ഉണ്ടായി, ലോണും കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 90 അടച്ചതിൻ്റെ ശേഷം കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിൽ നിന്ന് 140 വീടിന് ലോൺ എടുത്തിട്ട് അത് 90 അടച്ചതിൻ്റെ ശേഷം വീട്ടിൽ കൂടുതൽ കഴിഞ്ഞ് 90 അടച്ചതിൻ്റെ ശേഷം 310 പിന്നെ. അപ്പോൾ മകളെ കല്യാണം കഴിഞ്ഞ് അതിനൊക്കെ ഞാൻ ഈ ഇങ്ങനെ ഈ പുതിയ തലമുറ കൃഷിയിൽ വരുന്നുണ്ടോ? കൃഷിയിലേക്ക് കുറവാണ്. അവർ വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള പ്രോത്സാഹനം വേണം. പിന്നെ നിങ്ങൾക്ക് പിന്നെ കൃഷി വകുപ്പിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട്. കൃഷി നല്ല സപ്പോർട്ടാണ് കൃഷിഭവനിൽ. ഇവിടെ തലക്കത്തൂർ കൃഷിഭവനിൽ എന്താ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയും. വേണ്ടുന്ന സഹായ സഹകരണം ചെയ്യും. എന്താ ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അത് തരും. പഞ്ചായത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ട് കൂലി ചെലവ് എന്ന് പറഞ്ഞൊരു പൈസ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് കയ്യിലേക്ക് വന്നിട്ടില്ല. പിന്നെ കൃഷി ചെയ്താൽ സെൻറ്റ് ഒന്നിക്ക് 70 ഉറുപ്പ്യൊക്കെ കിട്ടുമെന്നൊക്കെ പറയലുണ്ട്. എന്നാലും ഒരു ചെറിയ പൈസ കിട്ടും. അത് വലിയ ഉപകാരം തന്നെയാണ്. പിന്നെ ഞാൻ അധികവും ഈ ജൈവ കൃഷിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാസവളം ഒഴിവാക്കിയിട്ട്. രാസവളമൊക്കെ ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകും. ഈ പാകത്ത് മണ്ണ് നശിച്ചു പോകും. എൻ്റെ കൃഷിത്തോട്ടത്തിൽ ചാണകപ്പൊടിയും വെണ്ണീരും കോഴിവളമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. രാസവളം ഞാൻ ഉപയോഗിച്ചില്ല. ഈ ചീരയൊക്കെ രാസവളം ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ. അപ്പോൾ ഈ ചീര ഇപ്പോൾ ദിവസം നിങ്ങൾക്ക് എത്ര കിട്ടും? എത്ര ചീര പറിക്കാറുണ്ട്? ഞാൻ അങ്ങനെ ആ സീസണിൽ ഇപ്പം ഉണ്ടാകുന്ന നേരം ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. ചില സമയത്ത് തരക്കേടില്ലാത്ത കിട്ടും. അത് കൃത്യമായ അളവൊന്നും നോക്കില്ല. എന്നാലും ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഒരു വിധം തെറ്റില്ലാത്ത കിട്ടിക്കും. ഞാൻ ഇന്നലെ കുറച്ച് ചീര വാങ്ങിച്ചിരുന്നു പച്ചക്കറി മാർക്കറ്റിൽ. നിങ്ങൾ ചീരല്ല വാങ്ങിച്ചത്? അതെ. എനിക്ക് അപ്പോൾ ഇന്നലെ നിങ്ങൾ എത്ര പറിച്ചു? ഇന്നലെ ഞാൻ ഒരു 50 കിലോ കിട്ടും ദിവസം? 50 അല്ല, അതിൽ കൂടുതൽ 100 കിട്ടും. ഇന്നലെ ഒരു 100 കിലോ വരെ വെച്ചിട്ട്. മതിയായ ഇത് കിട്ടുന്നുണ്ടോ? മറ്റേ വില കിട്ടുന്നുണ്ടോ? വില മതിയായത് കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ദൂരദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ഈ വിഷമടിച്ചിട്ടുള്ള ഇതാണ് കൃഷിയാണ് വരുന്നത്. അത് ചാക്ക് കണക്കിൽ കേരളത്തിൽ കൊണ്ടുവച്ച് ചിലവാക്കുക. കാരണം അവർക്ക് അവിടെ ഓലിക്ക് തിന്നാൻ വേറൊന്നും, നമുക്ക് തിന്നാൻ വേറൊന്നുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളതല്ല, ഞങ്ങൾ തിന്നിട്ടാണ് ഓലിക്ക് കൊടുക്കുന്നത്, അല്ല വിൽക്കുന്നത്. ഞങ്ങൾ ധാരാളം കഴിക്കും പച്ചക്കറി. അപ്പോൾ ചീരയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു തുള്ളി മരുന്നടിക്കുകയോ മറ്റൊരു കാര്യങ്ങൾ ചെയ്യുകയോ വേണ്ടാത്ത സാധനങ്ങൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്താ, ഞങ്ങൾക്ക് ആരോഗ്യമോ, എനിക്ക് 72 വയസ്സായി. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ കുറവാണ്. പ്രഷർ നോർമലായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും എഴുന്നേൽക്കും? ഞാൻ രാവിലെ ഒരു 5 മണി
തേറ്റ് കഴിഞ്ഞാൽ ഇവിടെ 4-5 മണി സമയത്ത് എണീക്കും. അന്നേരം എണീച്ച് കുളിക്കും. കുളിച്ചാൽ കഴിഞ്ഞാൽ തന്നെ ഒരു ഉന്മേഷം വരും. സ്വന്തമായിട്ട് കൃഷി ചെയ്യാനുള്ള പിന്നെ സ്ഥലം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ആ എനിക്കൊരു 10-38 സെൻറ്റ് സ്ഥലമുണ്ട്. രേഖാമൂലമുണ്ട്. വീടുക്കുന്ന ഞങ്ങൾ ഇപ്പം വന്ന സ്ഥലം. പക്ഷേ ഈ കൃഷി നാശമാണ് സഹിച്ചുകൂടാതെ. കഴിഞ്ഞ പ്രാവശ്യം 150 ആയെങ്കിൽ നശിച്ച്. അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ല. ഇൻഷുർ ചെയ്തതാണ്. അല്ലാതെ ഒരു 200 വെള്ളം കയറി നശിച്ച്. അത് ഇൻഷുർ കിട്ടിയില്ല. ഇൻഷുർ മുള്ളമ്പന്നീൻ്റെ ശല്യം കൂടുതലാണ്. അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വായത്തോട്ടം കാണുന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാ ശരി. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിരുന്ന നോക്കാം. സുഹൃത്തുക്കളെ, ഇങ്ങനെ കണ്ടിരിക്കുന്നോ നിങ്ങൾ? ഞങ്ങളിതാ ഇങ്ങനെ പറിക്കുന്നത്. ഇത് വലുത് പറിച്ചു പറിക്കാൻ പറ്റുമോ? വലുതാ പറയുന്നത് ചെറുതോ? ആ ഇങ്ങനെ വലിയ ചീരത്തോപ്പിൽ വന്നിട്ട് അങ്ങനെ ചീര പറിക്കുക. ഇത് ഇടകലർത്തി ഉണ്ടാക്കുന്നത് എന്ത് ചേട്ടാ? ഇത് രോഗം വരാതിരിക്കാൻ വേണ്ടിയില്ലേ രണ്ടും കൂടി ചേർക്കുന്നത്? ആ, രോഗം രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ രോഗം വരില്ല അല്ലേ? ഇതിൽ 1% പോലും വിഷമില്ല കേട്ടോ. ഇതിൽ 1% പോലും വിഷമില്ല. ഇത് പൂർണ്ണമായിട്ടും ഓർഗാനിക്കാണ്. ഇത് പൂർണ്ണമായിട്ട് ഓർഗാനിക്കാണ്, നാച്ചുറലാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് ചാണകമാണ് ഉപയോഗിക്കുന്നത്. ചാണകം, കോഴി വേസ്റ്റ്, ചാണകപ്പൊടി, കോഴി വേസ്റ്റ്, അങ്ങനത്തെ ഇതാണ് ഉപയോഗിക്കുന്നത്. ബയോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിലൊരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ്, അതായത് അണുനാശിനികളൊന്നും അടിക്കില്ലല്ലോ, ഒന്നുമില്ല. വളരെ ഇതൊക്കെ പരിശോധിക്കുന്നുണ്ട്. വേങ്ങര പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വിപണനം ചെയ്യുന്നത് പരിശോധിക്കുന്നുണ്ട് അവർ കേട്ടോ. ആർക്കും ഞാൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഞാൻ ഇന്നും കൂടി വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തോട്ടത്തിൽ വന്ന് പറിക്കുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അതൊരു സുഖമാണ്. അതിനുവേണ്ടി ഞാൻ അവിടുന്ന് പറിക്കുകയാണ്. ഇതേവരെ മകനാട്ടോ. മകനെ വല്ല കൃഷിയിൽ സഹായിക്കാറുണ്ട്. ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ വർക്കല്ലേ ചേട്ടന്? ഇലക്ട്രിക്കൽ വർക്കാണ്. സമയം കിട്ടുമ്പോൾ അച്ഛൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ വിപണി കണ്ടെത്താൻ ഏറ്റവും വലിയ പാടെന്ന് അവർ പറയുന്നത്. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് സ്വാമിയേട്ടൻ്റെ വാഴത്തോപ്പിലാണ്. സ്വാമിയേട്ടൻ ഈ വാഴ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉയർന്നൊരു സ്ഥലമാണ്. മണ്ണ് കണ്ടാൽ അറിയാം. വെള്ളം ഒഴിച്ചാൽ നമ്മൾ അരിപ്പേ കൂടെ വെള്ളം ഒഴിച്ചുമില്ല, ഊർന്നു പോകും. എന്നിട്ടും ഇതിനോട് മല്ലടിച്ചിട്ടാണ് ഇവിടെ കൃഷി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എത്ര വാഴ കുഴിച്ചിട്ടുണ്ട് നിങ്ങൾ? ഇവിടെ 600ഓളം കുഴിച്ചിട്ടുണ്ട്. കുറേ വാഴ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറേ മുള്ളംപന്നിയും കാട്ടുപന്നിയും കുത്തി തകർത്ത് എന്നിട്ട് ഇതിനോട് പൊരുതാണ്. 600 വാഴയായിട്ട്. ഇപ്പൊ ഇത് കുള്ളനാണ്. ഇത് കുത്തൊന്ന് കൊടുക്കാൻ ആവശ്യമില്ല. മഞ്ചേരി കുള്ളൻ പറഞ്ഞ വാഴയാണ്. നേന്ത്രയാണ്. മണ്ണ് വളരെ മോശമാണ്. മണ്ണ് എന്താണെങ്കിലും സാഹചര്യം അനുകൂലമല്ല, പ്രതികൂലമാണ്. എന്നാലും ഇതിനോട് പൊരുതി ജീവിക്കുകയാണ്. അത് കൂടാതെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ അവർക്ക് വെള്ളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയൊക്കെ വന്നിട്ട് ഇവിടെ നനയ്ക്കാറുണ്ടെന്ന് പറയുന്നത്. സന്ധ്യാസമയത്തൊക്കെ അന്ന് രാവിലെയൊക്കെ വന്നിട്ട് ഓരോ മണിക്കൂർ നേരം കിട്ടുക അവർ സഹായിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വാമിയാറിന് കഴിക്കാനല്ല, നമ്മളെ സമൂഹത്തിലൊക്കെ വിടുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിടുന്നത്. കൃഷിക്കാരെ നമ്മൾ തീരെ ഗൗനിക്കാത്തൊരവസ്ഥയാണ്. കൃഷിക്കാരാണ് ശരിക്കും നമ്മൾ ദൈവങ്ങള്. ഇവരിത് ഉണ്ടാക്കിയിട്ടില്ല നമ്മളെങ്ങനെ കഴിക്കാം? അത് വിഷമില്ലാത്ത ഓർഗാനിക് അല്ല, 100% ഓർഗാനിക്. അപ്പൊ നമുക്ക് വാഴ കൃഷികളൊന്നും കാണാം. ഇതാണ് സ്വാമിയേട്ടൻ്റെ തോട്ടം. തട്ടുതട്ടായിട്ടുള്ള സ്ഥലമാണ്. മണ്ണ് വളരെ മോശമാണ്. ഇവിടെ വെള്ളം ഒഴിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിൽക്കില്ല. എന്നാലും വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ വെളുത്തുണ്ടാക്കുന്നത്. ഇതിപ്പോൾ എത്ര മാസമായി? ഇതിപ്പോൾ 5 മാസമായിട്ടേ ഉള്ളൂ. 5 മാസമായി. 5 മാസമായിട്ടേ ഉള്ളൂ. 10 മാസമല്ല ടൈം? ഇതോ 5-8 മാസം ആകുമ്പോഴേക്ക് കൊലയാവും അല്ലേ? 3 മാസം കൂടി 6 മാസം കൊണ്ടൊക്കെ ആവുന്നാ പറയുന്നത്. നെഞ്ചിൽ തീയായിട്ടാണ് ജീവിക്കുന്നല്ലേ? ഇതൊക്കെ നഷ്ടമായി അല്ലേ? ഇതൊക്കെ അല്ലേ മുള്ളംപന്നിയൊക്കെ നശിപ്പിച്ചല്ലേ? നശിപ്പിച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് വലക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കിണ്ടാവല്ലേ? ഇതാ മുള്ളംപന്നി വരാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയൊരു പ്രദേശം മുഴുവൻ വല കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പല ഭാഗങ്ങളും മുള്ളംപന്നി കിടക്കുന്ന ഭാഗത്തെ എല്ലാം
ഇതാണ് വാഴ, ഗംഭീര വാഴ കൃഷിയാണ് നമ്മളെ സാമിയേട്ടനോടെ ചെയ്തിരിക്കുന്നത്. അപ്പം സാമിയേട്ടൻ ഇങ്ങനെ വാഴൻ്റെ ഈ കൃഷി കാണിച്ചിട്ടുള്ള ആവേശം എന്താ അറിയാം, ഇങ്ങനെ പാറ പൊട്ടിച്ചെടുക്കുന്നതാണ്ടോ. ഈ സ്ഥലത്താണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമിയേട്ടൻ്റെ കൃഷി. ശരിക്കും പാറൻ്റെ മുകളിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്, ഒരു കുന്നിൻ്റെ മുകളിൽ കണ്ടില്ലേ. സാമിയേട്ടൻ ഇങ്ങനെ വീണ്ടും ആ ഭാഗവും ഈ ഭാഗവും എല്ലാ ഭാഗവും അങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള കൃഷിയുണ്ട്. റോബസ്റ്റ് ഉണ്ട് ഇവിടെ, കുറച്ച് റോബസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. ഇത്ര വലിയൊരു വാഴത്തോപ്പിലൂടെ പോകുന്ന ഒരു പറമ്പിലുണ്ടായി കുന്നിൻ്റെ മുകളിൽ. എവിടെ നോക്കിയാലും വാഴ. ഒരു തലമുറയുടെ ത്യാഗമാണല്ലേ കൃഷി. സാഹസപ്പെട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. എവിടെയൊക്കെ ഇതൊക്കെ കൃഷി ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം സാമിയേട്ടൻ്റെ ഈ വലിയൊരു കൃഷി കണ്ടിട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. ഒരു മലേൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, മലേൻ്റെ മുകളിലാണ് ഈ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം സാമിയേട്ടൻ്റെ ഈ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എന്താ വെച്ചാൽ നൽകുക. ഓക്കെ.